ഹലോ. എയർപോർട്ട് ലോഞ്ച് ആക്സസ് യൂസ് ചെയ്യുന്ന സുഹൃത്തുക്കളുടെ ഒരു ശ്രദ്ധയ്ക്കാണ് ഞാൻ പറയുന്നത്. ഞാനിപ്രാവശ്യം നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഗൾഫിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് ലോഞ്ച് ആക്സസ് ഉണ്ട്. ഞാൻ ലോഞ്ച് ആക്സസ് യൂസ് ചെയ്തു. അപ്പോൾ ഈ ലോഞ്ച് ആക്സസിൻ്റെ എൻട്രൻസിൽ ഒരു എക്സിക്യൂട്ടീവ് ഇരിക്കുന്നുണ്ടാവും. ആ എക്സിക്യൂട്ടീവ് നിങ്ങളുടെ കാർഡ് വാങ്ങി ആ കാർഡിൽ നിന്ന് ഒരു 2 രൂപയോ അല്ലെങ്കിൽ 25 രൂപയോ ഒന്ന് കട്ട് ചെയ്തിട്ട് ആ കാർഡിന് ആക്സസ് ഉണ്ടെന്ന് ഉറപ്പാക്കിയിട്ടാണ് ഉള്ളിലേക്ക് കയറ്റി വിടുക. അപ്പോൾ 1-2 സുഹൃത്തുക്കൾ അവരുടെ കാർഡുമായിട്ട് വന്നു. അപ്പോൾ ആ കാർഡ് ചെക്ക് ചെയ്തിട്ട് എക്സിക്യൂട്ടീവ് പറഞ്ഞു നിങ്ങൾക്ക് ആക്സസ് ഇല്ല. പെട്ടെന്ന് ഈ സുഹൃത്തുക്കൾ ഡിസ്റ്റർബ്ഡായി. കാരണം അവർ വീട്ടിലേക്ക് വിളിച്ചിട്ട് പറയുന്നു മാനേജർ നമ്മളെ പറ്റിച്ചിട്ടുണ്ട്, നേരെ അയാളെ വിളിച്ച് പറയുന്നൊക്കെ പറഞ്ഞു ഒരു ഡിസ്റ്റർബ്ഡായി. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു 3 പോയിന്റ് ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു പുതിയ ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയിട്ടാണ് നിങ്ങൾക്കൊരു ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളായ ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡിൻ്റെ എല്ലാവിധ ഓൺലൈൻ ആക്ടിവേഷനും നടന്നിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. NFC വഴിയായിക്കോട്ടെ, POS വഴിയായിക്കോട്ടെ, ഇത് യൂസ് ചെയ്യാൻ ആക്ടിവേഷൻ നടന്നിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അല്ലാത്ത പക്ഷം നിങ്ങൾ കാർഡുമായിട്ട് ആ എൻട്രൻസിൽ ചെല്ലുമ്പോൾ അവരവരെ മെഷീനിൽ വെക്കുമ്പോൾ ഇത് വർക്ക് ചെയ്യില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരില്ല എന്ന് പറയും. അപ്പോൾ അതിന് അവരെ കുറ്റമായിട്ട് കാര്യമില്ല. രണ്ടാമത്തെ കാര്യം, ഇപ്പം എല്ലാ ബാങ്കുകളും ഒട്ടുമിക്ക ബാങ്കുകളും ഒരു സ്പെൻഡിങ് ലിമിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ലോഞ്ച് ആക്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് നിങ്ങളൊരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങി, നിങ്ങൾക്ക് ലോഞ്ച് ആക്സസ് ഉള്ള കാർഡ് കിട്ടി, പക്ഷേ ഒരു ക്വാർട്ടറിൽ മിനിമം ഒരു 15,000 രൂപ നിങ്ങൾ ആ കാർഡ് വഴി പർച്ചേസ് ചെയ്യണമെന്നൊരു ടേംസ് ആൻഡ് കണ്ടീഷനൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. ഇതൊന്നും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. നിങ്ങൾ നേരെ ആ കാർഡ് കൊണ്ടുപോയി പോവും. അപ്പോൾ നിങ്ങൾക്ക് ലോഞ്ച് ആക്സസ് കിട്ടില്ല. കാരണം എന്താണ്? നിങ്ങൾ അത്രയും സ്പെൻഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടാത്തത്. പിന്നെ മൂന്നാമത്തെ കാര്യം, ചില കാർഡുകളിൽ ഇയർലി 4 പ്രാവശ്യം ആക്സസ് ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ ഒരു പ്രാവശ്യം യൂസ് ചെയ്തു, ഒരു 3 മാസം ഒരു ക്വാർട്ടറിൽ ഒരു പ്രാവശ്യം യൂസ് ചെയ്തു. പക്ഷേ ആ ക്വാർട്ടർ തീരുന്നതിന് മുമ്പ് തന്നെ പിന്നെ നിങ്ങൾ ലോഞ്ച് ആക്സസിലേക്ക് എന്നാൽ ലോഞ്ച് ആക്സസ് കിട്ടില്ല. കാരണം എന്താ? നിങ്ങൾ ഓൾറെഡി ഒരു ക്വാർട്ടറിൽ ഒന്ന് ഉപയോഗിച്ചു, പിന്നെ രണ്ടാമത്തെ ക്വാർട്ടറിലാണ് അടുത്ത് വരുന്നത്. അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ 4 പ്രാവശ്യം. പിന്നെ മറ്റൊരു റിക്വസ്റ്റ് എനിക്കുള്ളത് പ്രവാസി സുഹൃത്തുക്കളോടാണ്. വെറുതെ ഒരു ലോഞ്ച് ആക്സസിന് വേണ്ടി മാത്രം നിങ്ങളൊരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യരുത്. ഇറ്റ് ഈസ് എ ബുൾഷിറ്റ്. അങ്ങനെ ഒരു ട്രെൻഡ് ഇപ്പോൾ പല ആളുകൾക്കുണ്ട്. ഇപ്പോൾ ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പോകുമ്പോൾ ആദ്യം ചോദിക്കുന്നുണ്ട് ലോഞ്ച് ആക്സസ് ഉണ്ടോ. ഇറ്റ് ഈസ് നോട്ട് എ മാൻഡറ്ററി എൻ്റർടൈൻമെൻറ്റ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഇതൊരു പ്രീമിയം ട്രാവലിംഗ് എക്സ്പീരിയൻസ് ആണ്, നമ്മൾ പോകുമ്പോൾ റിലാക്സ്. പക്ഷേ അതിന് വേണ്ടിയിട്ട് മാത്രം നിങ്ങളൊരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യരുത്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.